പ്രൈസ് ഏകദേശം എത്ര വർഷമായി സിംസ് പഠിച്ചിറങ്ങിയിട്ട്? ഏകദേശം 10 വർഷമായി. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെതായ കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് മൊബൈൽ ഫോൺ എന്താ അറിയാം, നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. അതെ, ഒരിക്കലും നിൽക്കുന്നില്ല അല്ലേ? പുതിയ ടെക്നോളജി, പുതിയ മോഡൽസ് ഇറങ്ങുക. മോഡൽ ഇറങ്ങുന്നതിനനുസരിച്ച് ടെക്നോളജി മാറുന്നുണ്ട്, മോഡൽ മാത്രമല്ലേ ചെയ്യുന്നത്. അതെ അതെ, ഓരോ വർഷം കഴിയുമ്പോൾ തന്നെ പിന്നെ വരുന്ന ടെക്നോളജിയിൽ വരുന്ന മാറ്റം, പിന്നെ മോഡലുകൾ വരുന്ന മാറ്റം, എല്ലാത്തിലും നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഇൻഷാ അല്ലാഹ്. പക്ഷെ ഫീൽഡിന്റെ സാധ്യത മുന്നോട്ടേക്ക് എത്രത്തോളം എനിക്ക് തോന്നുന്നുണ്ട്? 100%. കാരണം ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ എൻക്വയറി വരുന്നുണ്ട്. നല്ല ടെക്നീഷ്യന്മാർ, ചിപ്പ് ലെവലിൽ സർവീസ്, അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ, ഏതൊക്കെ മേഖലകളുണ്ടോ ആ വിഭാഗത്തിലെല്ലാം സ്പെഷ്യലൈസ് ആയിട്ടും അല്ലെ പൊതുവിൽ ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് നല്ല സാധ്യത ഉണ്ട്. നല്ല സാലറിയോട് കൂടിയുള്ള. അത് മാത്രമല്ല, മൊബൈൽ ഫോൺ അവസാനിക്കാതെ ഇങ്ങനെ തുടരുന്ന ഒരു പ്രതീക്ഷയുള്ള ഒരു ഡിവൈസ് കൂടിയാണ്. കാരണം ഒരാൾക്ക് ഒന്ന് പോരാ, രണ്ടെണ്ണം എന്തെങ്കിലും വേണമെന്ന് പറയുന്ന ഒരു സംഗതി മാത്രമല്ല, ഇങ്ങനെ കാലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. വേറൊന്നും ഡിവൈസും പോലെയല്ല. അതെ. ഒരു AC ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് ഇല്ലാണ്ടായി പോയാലേ മാറ്റി വെച്ചാൽ, മൊബൈൽ അങ്ങനെയല്ല, മോഡൽ അനുസരിച്ച് മാറ്റണമെന്ന് തോന്നുന്ന, പൈസ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെന്ന് തോന്നുന്ന ഒരു ഡിവൈസ് കൂടിയാണ്. ജോലി സാധ്യതയ്ക്ക് ഒരു കുറവില്ല. അത് മാത്രമല്ല, കുറഞ്ഞ ഡ്യൂറേഷൻ അല്ലേ? എത്ര കാലം ഒരു കോഴ്സ് പഠിക്കാൻ അന്ന് എടുത്തത് ഓർമ്മയുണ്ടോ? അന്ന് ഏകദേശം 6 മാസത്തെ കോഴ്സാണ്. ആ കോഴ്സ് പഠിച്ചിറങ്ങിയതിനു ശേഷം തന്നെ നമുക്ക് ഇവിടെ തന്നെ ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു. നിങ്ങളെ കീഴിൽ തന്നെ ട്രെയിൻ ചെയ്തതാണ്. 10 വർഷം മുമ്പ് കാര്യം കൊണ്ട് കുറെ മറന്നുപോയിട്ടുണ്ട്. എന്നാലും ഓർക്കുന്നുണ്ട്. നിങ്ങളെ കീഴിൽ തന്നെ നിന്ന് അന്നേരം ട്രെയിൻ ചെയ്ത് അന്നേരമുള്ള നല്ല ലെവലിൽ നമ്മൾ എന്താക്കി, നമ്മൾ എത്തിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ എന്താക്കി, പിന്നെ ഓരോ ഷോപ്പിലേക്ക് ഇങ്ങനെ ഷെയർ ആയിട്ട് തുടങ്ങി. ആദ്യം ഷോപ്പിൽ നിന്ന് പിന്നെ ഷെയർ ആയിട്ട് തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് ഇട്ട് എല്ലാ റാത്തായിട്ട്. ഓക്കെ.